എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു എച്ച് പിയുടെ ഇങ്ക്ജെറ്റ് പ്രിൻ്ററിൽ കാട്രിഡ്ജ് നമ്മൾ കുറച്ച് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കംപ്ലീറ്റ് കാട്രിഡ്ജും തീർന്നതിന് ശേഷം അത് റീഫിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ കടക്കാരത് റീഫിൽ ചെയ്ത് തന്നു. പക്ഷേ തിരിച്ചു കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, രണ്ടും പ്രിൻ്റ് വരുന്നില്ല. കളർ കാട്രിഡ്ജിൽ നിന്ന് ഉള്ള പ്രിൻ്റ്, അതായത് കളർ പ്രിൻ്റ് വളരെ ഫെയ്ഡായിട്ട് ഇനിഷ്യലി കുറച്ച് ഒന്നോ രണ്ടോ പ്രിൻ്റ് വന്നു, അതിനുശേഷം അത് നിന്നു. ഇപ്പോൾ ഇത് എന്ത് ആണ് റീസൺ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് എങ്ങനെ ശരിയാക്കാൻ പറ്റുമെന്നും കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു കാട്രിഡ്ജ് റീഫിൽ ചെയ്യാനായിട്ട് 300 രൂപയേ ആവുകയുള്ളൂ. പക്ഷേ പുതിയ കാട്രിഡ്ജ് വാങ്ങിക്കാൻ വളരെ ചിലവുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ എടുത്ത് നോക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് എങ്ങനെയാണ് വരാമെന്ന് നോക്കാം. ഇപ്പോൾ കടക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്ലാക്ക് ഇങ്കിൻ്റെ കാട്രിഡ്ജ് കുറച്ച് കാലമായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യാതിരുന്ന് കാണണം. അതുകൊണ്ട് അതിൻ്റെ ഇങ്ക് വരുന്ന നോസിൽ അടഞ്ഞു പോയി കാണണം. അതുകൊണ്ട് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാലും അവർ അതിനകത്ത് ഇങ്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്യുകയാണെങ്കിൽ വർക്ക് ചെയ്യട്ടെ എന്ന് വെച്ചുകൊണ്ട് വാങ്ങി വന്നതാണ്. ഇപ്പോൾ കളർ കാട്രിഡ്ജ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു, അത് ഫില്ല് ചെയ്തു. പക്ഷേ കളർ പ്രിൻ്റും വരുന്നില്ല. ഇത് കളർ പ്രിൻ്റാണ് ഇപ്പോൾ കൊടുത്തത്, രണ്ടാമത് കൊടുത്തത്. ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിപ്പോൾ 2 കാട്രിഡ്ജ് നമുക്ക് ഇതിനകത്തുനിന്ന് ഇളക്കിയെടുക്കാം. ഐ പ്രസ് ചെയ്തപ്പോൾ കാട്രിഡ്ജ് ഹോൾഡർ ഇതിൻ്റെ നടുക്കിലേക്ക് വന്നിട്ടുണ്ട്. കാട്രിഡ്ജ് ചെറുതായിട്ടൊന്ന് താഴേക്ക് പ്രസ് ചെയ്താൽ മതി. സൂക്ഷിച്ച് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒടിച്ചു പോവും. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങ് ഇളകി വരും. ഈ കാട്രിഡ്ജ് താഴ്വശത്തായിട്ടാണ് ഇതിൻ്റെ നോസിൽ വളരെ ചെറിയ മൈക്രോയാണെന്ന് തോന്നുന്നു, മൈക്രോ സൈസിലുള്ള നോസിൽസ് ഉള്ളത്. ആ നോസിൽസിനകത്തൂടെയാണ് ഇങ്ക് പ്രിൻ്റ് ചെയ്യാനായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇതിനെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മുകളിലത്തെ സ്റ്റിക്കർ കടക്കാരൊട്ടിച്ചാണ്. ആ സ്റ്റിക്കർ കംപ്ലീറ്റ് വെൻ്റ് ഹോളും അടഞ്ഞിരുന്നു. അതായത് ഈ കാട്രിഡ്ജിനകത്തുള്ള ടാങ്ക്, ചെറിയൊരു ടാങ്ക് പോലെ ക്യാവിറ്റി ഉണ്ട്. അതിനകത്താണ് അവർ പ്രിൻ്റർ ഇങ്ക് നിറയ്ക്കുന്നത്. 3 കളർ ഇങ്കാണ് ഈ ഒരു കളർ കാട്രിഡ്ജിനകത്ത് വരുന്നത്: റെഡ്, യെല്ലോ, ഗ്രീൻ. അപ്പോൾ അവർ ഫുള്ളായിട്ട് ഒട്ടിച്ചത് കാരണം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വെൻ്റ് ഹോള് അടഞ്ഞു പോയി കാണണം. അതുകൊണ്ടായിരിക്കും ഇത് ആദ്യം പ്രിൻ്റ് ചെയ്തപ്പോൾ പ്രിൻ്റ് വരാത്തത്. അങ്ങനെ വെൻ്റ് ഹോള് ഞാൻ കുറച്ച് ഓപ്പൺ ചെയ്ത് വെച്ചു അതിനകത്ത്. പക്ഷേ ബ്ലാക്ക് കാട്രിഡ്ജിനകത്ത് ഒരു രീതിക്കുള്ള ഇങ്കും പുറത്ത് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള നോസിൽസ് അടഞ്ഞതായിരിക്കും കാരണം. ഇതിൻ്റെ മുകളിലത്തെ സ്റ്റിക്കർ ഒന്ന് ഇളക്കി നോക്കാം. ഇളക്കി നോക്കുമ്പോൾ ഇതിനകത്ത് 2 മെയിനായിട്ടുള്ള ഹോൾസാണുള്ളത്. ഒന്ന് ഇങ്ക് ഫില്ല് ചെയ്യാനുള്ള ഹോളും, രണ്ടാമത്തത് എയർ വെൻ്റ് ഹോളും. എയർ വെൻ്റ് പ്രോപ്പർ ആയില്ലെങ്കിൽ ഇതിനകത്ത് ഉള്ള ഇങ്ക് പുറത്ത് വരാൻ പറ്റാതെ ലോക്കായി പോകും. അതിനകത്ത് എനിക്ക് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ്. ചെറിയ ഇളം ചൂട് വെള്ളത്തിൽ ഇത് കുറച്ച് നേരം ഇതിട്ട് നോക്കുക. ഇതിൻ്റെ നോസിൽസ് മുങ്ങിക്കിടക്കാൻ പറ്റിയ പാകത്തിലുള്ള അത്രയും ക്വാണ്ടിറ്റി വെള്ളം മാത്രം മതി. അപ്പോൾ അതിനകത്ത് ഇട്ട് വെച്ചു. അപ്പോൾ സ്പീഡ് കുറച്ച് കൂട്ടിയിടുകയാണ്. അപ്പോഴപ്പോഴും ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കാം. ആ ടിഷ്യൂ പേപ്പറിൽ ഇതിൻ്റെ നോസലിൻ്റെ അടുത്ത് നമ്മൾ തൊടാനൊന്നും പാടില്ല, അഴുക്കാകാൻ പാടില്ല. ടിഷ്യൂവിൽ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ ഒന്നുമില്ല, ഇങ്ക് വരുന്നില്ല. ഇങ്ക് കട്ടി പിടിച്ച് തന്നെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു ആ നോസൽസിനകത്ത്. ഒന്നുകൂടെ ഇതിനകത്ത് വെള്ളത്തിലിട്ട് നോക്കാം കുറച്ച് നേരം കൂടെ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പ്രിൻ്ററിൻ്റെ കാട്രിഡ്ജ് എടുത്ത് ഇങ്ങനെ പണി ചെയ്ത് നോക്കണത്. വളരെ സൂക്ഷിച്ച് ഇത് ചെയ്യേണ്ടിയിരിക്കണം. കാര്യം വളരെ ചെറിയ ഹോൾസാണ് ഇതിൻ്റെ പ്രിൻറ്റിങ് പോർഷനിലുള്ളത്. എങ്ങാനും കേടായി കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്ക് ചെയ്യാതായി പോകും. ഇനിയും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് സമയം കൂടെ ഇതിട്ട് നോക്കാം വെള്ളത്തിൽ.
ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു തവണ പ്രസ് ചെയ്തപ്പോൾ വരണുണ്ട്. ഇല്ല, കുറച്ച് ഇങ്ക് മാത്രം ഒന്ന് ഇങ്കിൻ്റെ ഇത് വന്നു. ഇനി വെള്ളം നമുക്ക് കുറച്ച് ചൂടാക്കി ഒഴിച്ച് നോക്കാം. ഒരിത്തിരി ചൂട്, ഒരു 10-70 ഡിഗ്രി ചൂടുള്ള വെള്ളം ഒഴിച്ച് നോക്കാം. ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ഒഴിക്കാം. ഒന്നുകൂടെ എടുത്തു, കാട്രിഡ്ജ് എടുത്തു. ഇല്ല, ഒട്ടും ബ്ലാക്ക് ഇങ്ക് വരുന്നില്ല. താഴെ സിൽവർ ഗോൾഡ് കളറിൽ ഇരിക്കുന്നതാണ് പ്രിൻറ്റിങ് സൈഡ്. ഇത് ചൂട് വെള്ളം എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. 70 ഡിഗ്രി കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ട്. ഒരു പരീക്ഷണമാണ്. കേടായി പിന്നെ പുതിയത് വാങ്ങിച്ചേ പറ്റുള്ളൂ. ശരിയായി കിട്ടിയ നല്ലത്. അങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കുറച്ച് നേരം ഇട്ട് വയ്ക്കാം. ഇല്ല, ഇപ്പോഴും ഒരു ഇങ്ക് വന്നിട്ടില്ല. കുറച്ച് നേരം അങ്ങിട്ട് വയ്ക്കാം. ചൂടുവെള്ളമായതുകൊണ്ട് ഒത്തിരി സമയം ഇട്ട് വെക്കാൻ പറ്റില്ല. കാര്യം അത് ഉരുകിപ്പോയാൽ പ്രശ്നമാവും. ഇതിനകത്ത് ഏത് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. കുറച്ച് സമയം ഇട്ടു. ഇല്ല, ഇനിയില്ല. ഇനി ശരിയായില്ലെങ്കിൽ ഒരു അവസാനത്തെ അടവുണ്ട്. അതും കൂടെ നോക്കിയിട്ട് നമുക്കിത് കളയണോ അതോ ഉപയോഗിക്കണോ എന്ന് നോക്കാം. ഇതിനിടയ്ക്ക് നമുക്ക് ഈ കാട്രിഡ്ജിൻ്റെ വെൻറ്റ് ഹോൾ നമുക്കൊന്ന് ശരിയാക്കാം. വെൻറ്റ് ഹോൾ ഇത് നോക്കിയാൽ അറിയാം. വെൻറ്റ് ഹോളിൽ നിന്ന് ചെറിയ ചാനൽസ് അവർ ഗ്രൂ ചെയ്തിട്ടുണ്ട്. ആ ചാനൽസിൻ്റെ അറ്റം ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ ആ അറ്റം മാത്രം ഓപ്പൺ ആയിരുന്നു കഴിഞ്ഞാൽ ആ ചാനൽസിനകത്തൂടെ എയർ അകത്തേക്ക് കയറുകയും ഈ കാട്രിഡ്ജിനകത്തേക്ക് കയറുകയും പുറത്തോട്ട് പോവുകയൊക്കെ ചെയ്യും. ഇങ്ങനെ ആ സൈഡ് കട്ട് ചെയ്യാം. കുറച്ചുകൂടെ കട്ട് ചെയ്യണം. ഒത്തിരി കട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. വീഡിയോ സ്പീഡ് കൂട്ടിയിടാൻ വേണ്ടി ഞാൻ നോക്കി. പക്ഷേ സ്പീഡ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാവില്ല. ആരെങ്കിലും ഇത് ഇങ്ങനെ കാട്രിഡ്ജ് ശരിയാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പോയിന്റ് ഒന്നും മിസ്സാവരുത്. അതുകൊണ്ട് ഞാൻ ഈ പോർഷനിൽ സ്പീഡ് കൂട്ടിയിടുന്നില്ല. ആ എൻഡ് മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെൻറ്റ് ഹോളിൻ്റെ അറ്റം മാത്രം, അതായത് കുറച്ച് ഏരിയ കൂടുതലുള്ള പോർഷൻ മാത്രം ഇത് ഈ സ്റ്റിക്കറിന് പുറത്തോട്ടിരിക്കും. ഈ സൈഡും കൂടെ കുറച്ചൊന്ന് കട്ട് ചെയ്യാം. ഇത്രയും സമയം ബ്ലാക്ക് കാട്രിഡ്ജ് ചൂടുവെള്ളത്തിനകത്ത് തന്നെ ഇരിക്കുകയാണ്. ഇത് കട്ട് ചെയ്തു. കട്ട് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. ആ രണ്ട് സൈഡിലെയും വെൻറ്റ് ഹോൾസ്, താഴത്തെയും വെൻറ്റ് ഹോൾസ് ഇപ്പോൾ ഓപ്പണായി. ഇതിൻ്റെ ഇങ്ക് ഫില്ല് ചെയ്യുന്ന ആ ഹോള് ഓപ്പൺ ആയിട്ടില്ല, അടഞ്ഞു ഇരിപ്പുണ്ട്. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിക്ക് ഇങ്ക് കാണുന്നുണ്ട്. പുതിയൊരു ടിഷ്യൂലൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഈ പ്രസ് ചെയ്യുമ്പോഴേക്ക് ഈ റബ്ബാവാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, തിരിച്ചെടുക്കുക. റബ്ബായി കഴിഞ്ഞാൽ ഈ പ്രിൻ്റ് ചെയ്യുന്ന പോർഷൻ സ്ക്രാച്ച് വീഴാനും കേടാവാനും ചാൻസ് കാണും.
ഇനിയിപ്പോൾ അത് മാറ്റി വെച്ചു. ഇനി നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിരുന്ന ബ്ലാക്ക് കാട്രിഡ്ജ് എടുക്കും. ബ്ലാക്ക് കാട്രിഡ്ജ് ചെറുതായിട്ട്, വളരെ ചെറിയൊരു ഇത്. ഇനിയിപ്പോൾ അവസാനത്തെ അടവ് നമുക്ക് നോക്കാം. ഒരു ചെറിയ ട്യൂബ് എടുത്തിട്ട്, ഇത് സിലിക്കോൺ ജെല്ല് വാങ്ങിച്ച ട്യൂബാണ്, അതൊരെണ്ണം സ്പെയർ വന്നത്. ഇങ്ങനെ ഇങ്ക് നിറയ്ക്കുന്ന ഹോളിനകത്ത് വെച്ചിട്ട് ഒന്ന് ഊതിയതാണ്. അപ്പോഴേ തന്നെ 2 തുള്ളി മഷി മൈക്രോപോർസിനകത്തൂടെ പുറത്ത് വന്നു. കുറച്ചുകൂടെ ഒന്നുകൂടെ നോക്കാം. മഷി പുറത്തോട്ട് വന്നു. ഇപ്പം മിക്കവാറും എല്ലാ പോർസും ഓപ്പണായി കാണണം. മഷി വീണിട്ട് എൻ്റെ ടവല് കേടായി. എന്നാലും കുഴപ്പമില്ല, ഒരു എക്സ്പെരിമെൻ്റ് അല്ലേ, ചെറിയ നഷ്ടങ്ങളൊക്കെ സംഭവിക്കും. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടിഷ്യൂ പേപ്പറിൽ ഇങ്ക് കാണുന്നുണ്ട്, ഇങ്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിയായി എന്ന് വേണം കരുതാൻ. ഇനിയിപ്പോൾ ഇതിനകത്ത് വെൻ്റ് ഹോൾസ് നോക്കാം. സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാലും വെൻ്റ് ഹോൾ ഓപ്പൺ ആണ്, കുഴപ്പമില്ല. എന്നാലും ഒരു സൈഡൊന്ന് കട്ട് ചെയ്തേക്കാം. ഇനി നമുക്ക് പ്രിൻ്ററിനകത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് പ്രിൻ്ററിൽ നിന്ന് ഒരു പ്രിൻ്റ് എടുത്ത് നോക്കാം, ശരിയാവൂ ഇല്ലയോ എന്ന് അറിയണമല്ലോ. വീണ്ടും പ്രിൻ്ററിൻ്റെ അടുത്തെത്തി. ഇതിനകത്ത് ഐ ബട്ടൺ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റർ കാട്രിഡ്ജിൻ്റെ ഹോൾഡർ പ്രിൻ്റർ നടുക്ക് വരും. എന്നിട്ട് അവിടെ ഇട്ട് നോക്കാം. ഐ ബട്ടൺ പ്രസ് ചെയ്തു. ഏതൊക്കെയോ സ്വിച്ചുകൾ പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, ഒന്ന് ഓഫായി. ഒന്നുകൂടെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഐ ബട്ടൺ വീണ്ടും പ്രസ് ചെയ്തു. പ്രിൻ്റർ കാട്രിഡ്ജിൻ്റെ കാരിയർ നടുക്ക് വന്നിട്ടുണ്ട്. കളർ കാട്രിഡ്ജ് ഇട്ടു. ഇനി അടുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാട്രിഡ്ജും കൂടി ഇട്ട് അതും കൂടി ഇട്ട് നോക്കാം. എന്നിട്ട് ഫൈനൽ ടെസ്റ്റിംഗ്. ഈ ഒരു ഡോക്യുമെൻ്റ് ഒന്ന് ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നോക്കാം നമുക്ക്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റാണ് കൊടുക്കുന്നത്. പേപ്പർ ഓൾറെഡി പ്രിൻ്ററിൻ്റെ ട്രെയിൽ വെച്ചിട്ടുണ്ട്. വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി, ക്ഷമിക്കുക. പിന്നെ പ്രിൻ്റ് വരികയാണ്. എല്ലാ അക്ഷരങ്ങളും നല്ല നീറ്റായിട്ട് വരുന്നുണ്ട്. ഫുള്ള് പ്രിൻ്റ് കിട്ടി. ബ്ലാക്ക് കാട്രിഡ്ജ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി കളർ കാട്രിഡ്ജ് ഒന്ന് നോക്കാം. കളർ പ്രിൻറ്റിൻ്റെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഈ ഒരു നെയിം സ്ലിപ്പ് നമുക്കൊരു പ്രിൻ്റ് എടുത്ത് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര കളറുള്ള ഈ നെയിം സ്ലിപ്പ് മാത്രമേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ്. നല്ല പ്രിൻ്റ് തന്നെ വരുന്നുണ്ട്. കളറെല്ലാം ഉണ്ടെന്നാണ് തോന്നണേ. അടിപൊളി പ്രിൻ്റ് വന്നിട്ടുണ്ട്. കുട്ടൂസിന് മായാവിയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. സ്പൈഡർമാൻ ഉണ്ട്. നിങ്ങൾ വീഡിയോയ്ക്ക് കൊടുക്കുന്ന ഓരോ ലൈക്കും, ചാനലിൽ തരുന്ന ഓരോ സബ്സ്ക്രിപ്ഷനും, പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും
പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഇൻസ്പിറേഷനാണ്. ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.